തിരുവനന്തപുരം സീറ്റിനെ ചൊല്ലി യുഡിഎഫിൽ ഭിന്നത രൂക്ഷം. മുൻമന്ത്രി വി.എസ്. ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകം യോഗം ചേർന്നു. കെ.പി.സി.സി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും യോഗത്തിന് എത്തി. സീറ്റ് CMBക്ക് നൽകാനാകില്ല എന്നാണ് നേതാക്കൾ നിലപാട് സ്വീകരിച്ചത്. ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണമെന്നും അങ്ങനെ മത്സരിച്ചാൽ വിജയം ഉറപ്പ് എന്നതുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതിന്റെ ഭാഗമായി ചുവരെഴുത്തുകൾ തന്നെ ആരംഭിച്ച സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ കോൺഗ്രസിന്റെ പ്രചാരണങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അതും കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ എന്നതാണ്. ഇതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തിരുവനന്തപുരം എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ന്യൂസ് ടൈംസ് വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച മണ്ഡലം തന്നെയാണ്. നിലവിൽ അത് LDFന്റെ സീറ്റാണ്. പ്രത്യേകിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ച ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അതിൽ തന്നെ തിരുവനന്തപുരം സീറ്റ് അവിടെ ആയിരുന്നു ഒരു MLA തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അയോഗ്യനാകുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തത്. പ്രത്യേകിച്ച് MLA ഒരു തൊണ്ടി മുതൽ തിരിമറി കേസിൽ കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് മുൻ മന്ത്രിയായിരുന്ന MLAക്ക് ഇപ്പോൾ പദവികൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ നിലവിൽ ഇപ്പോൾ ആന്റണി രാജു തിരുവനന്തപുരത്തെ MLA ഇപ്പോൾ അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ CMBക്ക് പകരം സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം, അതായത് CP ജോൺ, CMBയുടെ CP ജോൺ അവിടെ മത്സരിക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് KPCC നേതൃത്വം എത്തിയിരുന്നു എന്നതാണ് എടുത്ത് പറയേണ്ടത്. അവിടെ ഈ CP ജോൺ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് ഒരു സുരക്ഷിത മണ്ഡലമായി തിരുവനന്തപുരം മാറുന്നു എന്നുള്ളതാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന ഒന്ന്. അതായത് തിരുവനന്തപുരത്ത് ഇത്തവണ കൃത്യമായ ഒരു UDF തരംഗം ഉണ്ടാകും. പ്രത്യേകിച്ച് മന്ത്രി ആയിരുന്ന MLAക്ക് ആ പദവി ഒഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായ ഒരു ആധിപത്യം, അതായത് ഒരു സുരക്ഷിത മണ്ഡലം എന്ന നിലയിലേക്ക് തിരുവനന്തപുരം എത്തി എന്നുള്ളതാണ് പൊതുവെ UDFന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് CP ജോണിന് ഒരു സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ തിരുവനന്തപുരം നൽകാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് CP ജോണിനെ അവിടെ മത്സരിപ്പിക്കുന്നതിന് എതിരെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായ ഭിന്നത പ്രകടിപ്പിക്കുകയാണ്. കാരണം ശിവകുമാർ ലക്ഷ്യം വെക്കുന്ന മണ്ഡലം തന്നെയാണ് ഈ തിരുവനന്തപുരം എന്നതാണ്. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അവിടെയാണ് KPCCയിൽ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ CMBക്ക് ഈ സീറ്റ് നൽകുകയും CP ജോണിനെ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്താൽ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഭിന്നത എത്രത്തോളം വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച സംശയം ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഈ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ വിശദമായി വാർത്തകൾ നൽകിയിരുന്നതാണ്. CMB അവിടെ സീറ്റ് ഉറപ്പിച്ചു എന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് ടൈംസ് തന്നെ വാർത്ത പങ്കുവെക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഇതാ തിരുവനന്തപുരത്ത് CMB സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. അവിടെ CP ജോൺ തന്നെ സ്ഥാനാർത്ഥിയായി എത്തും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് V.S. ശിവകുമാറിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയും അങ്ങനെ ചുവരെഴുത്ത് അടക്കം ആരംഭിക്കുകയും ചെയ്യുന്നത്. ന്യൂസ് 18ന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നീക്കങ്ങൾ. അത് നേതൃത്വത്തെ എത്രത്തോളം വെട്ടിലാക്കുകയാണ് ഡാൻ? ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് സുരക്ഷിതമായ ഒരു മണ്ഡലം CMBയുടെ CP ജോണിന് നൽകുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം CP ജോണിന് നൽകാനുള്ള തീരുമാനം UDF കൈക്കൊണ്ടതിന് പിന്നാലെയാണ് പരസ്യമായ പ്രതിഷേധവുമായി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ച എല്ലാ നേതാക്കളും V.S. ശിവകുമാറും ശരത്ചന്ദ്ര പ്രസാദും മണക്കാട് സുരേഷും KS ശബരിനാഥനും അതോടൊപ്പം തന്നെ മറ്റ് വനിതാ നേതാക്കളും അടക്കം കോൺഗ്രസിന്റെ ബൂത്ത് തലം, ബ്ലോക്ക് തലം, അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലുള്ള നേതാക്കൾ ഒരുമിച്ച് ഇന്നലെ ഒരു യോഗം ചേർന്നാണ് ആ ഒരു നിലപാടിനെതിരെ പരസ്യമായി ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവർ ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും മഞ്ചൂരിലും KPCC ഓഫീസിന് സമീപത്തും DCC ഓഫീസിന് സമീപത്തുമെല്ലാം പോസ്റ്ററുകൾ പതിച്ചിരിക്കുകയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ മാത്രമേ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ പാടുള്ളൂ, CP ജോണിന് സീറ്റ് നൽകാനാവില്ല എന്ന പ്രതിഷേധമാണ് ഈ പോസ്റ്ററുകൾ നിറഞ്ഞു നിൽക്കുന്നത്.
അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതായത് സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ CP ജോണിനെ മത്സരിപ്പിക്കുന്നത് അനിവാര്യതയാണ്. പക്ഷേ തിരുവമ്പാടിയിൽ ആദ്യം പരിഗണിച്ച തിരുവമ്പാടിയിൽ CP ജോണിനെ മത്സരിപ്പിക്കുന്നതിന് പ്രായോഗികമായ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നു. അവിടെ VS ജോയിയുടെ പേരിന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം നിൽക്കുന്നത്. ലീഗിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ മലപ്പുറം DCC അധ്യക്ഷൻ കൂടിയായ VS ജോയി അവിടെ ഏറെക്കുറെ സ്ഥാനാർത്ഥി അയക്കുമെന്ന ഉറപ്പാണ്. അതിനിടയിലാണ് തിരുവനന്തപുരം സെൻട്രലിൽ പറഞ്ഞു കേട്ടിരുന്ന CP ജോണിന്റെ പേരിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും ഒക്കെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവർ ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും നേരിൽ കണ്ട് അമർഷം അറിയിച്ചിട്ടുണ്ട്. 12 പേർ രേഖാമൂലം പരാതി എഴുതി നേതൃത്വത്തിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ബ്ലോക്ക് കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നും സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പായിരിക്കും ഇനി ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. കാരണം നിയമം ആവർത്തിക്കും എന്ന ആശങ്കയാണ് ഒരു വിഭാഗം നേതാക്കൾ AK ആന്റണി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിരിക്കുന്നത്. അതായത് സംഘടനാ തലത്തിൽ വലിയ ദൌർബല്യം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കോൺഗ്രസിന് നേരിടേണ്ടി വരും, പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകും എന്ന തരത്തിലുള്ള ആശങ്കയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ CP ജോണിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിഷേധങ്ങൾക്കിടയിൽ എങ്ങനെ ഉറപ്പിക്കുമെന്നത് നേതൃത്വത്തിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറും. അതല്ല, ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കാതെ CP ജോണിന് തന്നെ സെൻട്രൽ മണ്ഡലം നൽകാനുള്ള തീരുമാനത്തിൽ UDF ഉറച്ചു നിന്നാൽ സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തീർച്ചയായും അവിടെ ഡാൻ അതാണല്ലോ ഇപ്പോഴത്തെ, അതായത് നിലവിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ അവിടെ വിമർശനങ്ങൾ ആഭ്യന്തരമായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ പരസ്യമാക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കൈപ്പത്തി ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് ചുവരെഴുത്ത് നടത്തുന്ന ഒരു സാഹചര്യം, അത്രമേൽ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇനിയും CMPക്ക് സീറ്റ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് പ്രായോഗികമാണോ? പ്രത്യേകിച്ച് വലിയ വോട്ട് സ്വാധീനമൊക്കെയുള്ള നേതാക്കൾ ആണല്ലോ ഈ യോഗത്തിനും എതിർപ്പിനും നേതൃത്വം നൽകുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ചുമതലയുള്ള അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെയും കൃത്യമായ പിന്തുണ CP ജോണിന് ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു കൗതുകമായി മാറിയത് ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി മോഹിച്ച അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ച കോൺഗ്രസിലെ തന്നെ പല നേതാക്കളുണ്ടായിരുന്നു. അതിൽ മുൻ MLA കൂടിയായ VS ശിവകുമാർ, അദ്ദേഹത്തിനാണ് അത് ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യാനുള്ള ഒരു അവകാശം. കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ആ സീറ്റ് നഷ്ടമായതാണ് എന്നാണ് അദ്ദേഹം നേതൃത്വത്തെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. VS ശിവകുമാറുണ്ട്, അതോടൊപ്പം KPCC വൈസ് പ്രസിഡന്റായ ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ട്, അതോടൊപ്പം KPC ഭാരവാഹിയായ മണക്കാട് സുരേഷ് ഉണ്ട്, അദ്ദേഹം KC വേണുഗോപാലിന്റെ ഒരു വിശ്വസ്തനാണ് തിരുവനന്തപുരത്തെ, അദ്ദേഹം അടക്കം ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചവരാണ്. അതോടൊപ്പമാണ് KS ശബരിനാഥൻ. അങ്ങനെ പല പേരുകൾ, അതായത് പല കോൺഗ്രസിലെ തന്നെ ജില്ലയിൽ നിന്നുള്ള പല നേതാക്കൾ ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ലത്തീൻ സഭയുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് 2 യുവ നേതാക്കളും സമാനമായ തരത്തിൽ NSUവിന്റെ ഭാരവാഹിയായിരുന്ന എറിക് സ്റ്റീഫനും അതോടൊപ്പം തീരമേഖലയിൽ വലിയ സ്വാധീനമുള്ള വിനോദ് യേശുദാസും അവരടക്കം ഈ സീറ്റിന് വേണ്ടി ഈ സഭയുടെ പിന്തുണയോടെ തന്നെ അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യം വന്നിരുന്നു. ഇങ്ങനെ വലിയൊരു ക്ലെയിം ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന് വേണ്ടി കോൺഗ്രസിലെ തന്നെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് എന്നവണ്ണമാണ് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഈ സീറ്റ് CMPക്ക് കൊടുക്കാം എന്നൊരു ധാരണയിലേക്ക് നേതൃത്വം എത്തിയത്. പക്ഷേ രാഷ്ട്രീയമായി സംഭവിച്ചത് മറ്റൊന്നാണ്. ഈ സീറ്റിന് വേണ്ടി മോഹിച്ച എല്ലാ നേതാക്കളും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. അവർ ഒന്നിച്ച് ആര് മത്സരിച്ചാലും കുഴപ്പമില്ല, കൈപ്പത്തി ചിഹ്നത്തിൽ മാത്രമേ ഒരാൾ മത്സരിക്കാവൂ എന്നൊരു പരസ്യമായ നിലപാട് നേതൃത്വത്തെ അറിയിക്കുന്ന തരത്തിലേക്ക് ഈ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. അതാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം വന്നാൽ ഈ സമ്മർദ്ദങ്ങളെയും എതിർപ്പുകളെയും പ്രതിഷേധങ്ങളെയും മറികടന്നുകൊണ്ട് CMPക്ക് സീറ്റ് കൊടുക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ അത് വലിയൊരു രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ തിരിച്ചടിക്ക് കാരണമായേക്കുമോ എന്നൊരു ആശങ്കയാണ് മുതിർന്ന നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ പോലും, പ്രത്യേകിച്ച് സ്ഥലം MLA ആയിരുന്ന ആന്റണി രാജുവിന് അദ്ദേഹത്തിന്റെ പദവി നഷ്ടമാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് പോലും
അതിനെ പ്രയോജനപ്പെടുത്താൻ UDF കഴിയാതെ പോവുകയാണോ? പ്രത്യേകിച്ച് ഗുരുതരമായ ആരോപണം തന്നെയാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഒരു MLA അയോഗ്യനാക്കപ്പെടുന്ന അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട് തിരുവനന്തപുരത്ത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും തിരുവനന്തപുരത്തെ വിജയം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഇപ്പോഴും കോൺഗ്രസിന്, പ്രത്യേകിച്ച് UDF സാധിക്കാതെ പോകുന്നു എന്നതാണ് എടുത്ത് പറയേണ്ടത്. VS ശിവകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നത്. KPCC ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും യോഗത്തിനെത്തി എന്നതാണ് ഈ വിഭാഗീയത അല്ലെങ്കിൽ ഭിന്നിപ്പ് സംബന്ധിച്ച് രൂക്ഷമാകുന്ന സാഹചര്യം ഉടലെടുത്തിട്ടുള്ളത്.